സോ ഹലോ ഗൈസ്, നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലീഡ് കോഡ് ചെയ്യാൻ പോകണം. പക്ഷേ ഈ ലീഡ് കോഡ് ചെയ്യുമ്പോൾ തന്നെ ലീഡ് കോഡിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. ഒരു എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഒരു ഒരു റോഡ് മാപ്പോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാണ്ട് ചെയ്യണമെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും, പക്ഷേ നമ്മൾ ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു ടോപ്പിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് ക്വസ്റ്റ്യൻ വരണത് ചില സ്പെസിഫിക് ഡൊമെയിൻസിൽ നിന്നായിരിക്കും. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഓരോ കമ്പനിയുടെ നമ്മുടെ അടുത്ത് നോക്കിയാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻസ് മേ ബി വരണത് ചില സ്പെസിഫിക് ഡൊമെയിനിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഒറ്റ ഡൊമെയിൻ മാത്രം കുറേ ചെയ്തുകൊണ്ട് കാര്യമില്ല, അതുപോലെ ചില ഡൊമെയിൻ തീരെ ചെയ്യാത്തതുകൊണ്ടും കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാൻ നോക്കണം. പക്ഷേ അത് ഒരു റോഡ് മാപ്പോ എന്തെങ്കിലും ഇല്ലാണ്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പണിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ വീഡിയോസ് ചിലപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പുള്ളിയുടെ ഒരു റോഡ് മാപ്പ് ഉണ്ട്, നീറ്റ് കോഡ് 150. നീറ്റ് കോഡ് 150 പുള്ളിയുടെ ഒരു പ്രോബ്ലം സെറ്റാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു റോഡ് മാപ്പ് ഉണ്ട്. അപ്പോൾ ഈ റോഡ് മാപ്പിൽ പുള്ളി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കാറ്റഗറൈസ് ചെയ്തേക്കുക. സ്റ്റാർട്ടിങ് നമുക്ക് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് കവർ ചെയ്ത് പോകുന്ന രീതിക്ക്. അപ്പോൾ അതിന് മുന്നേ അറിയേണ്ട ടോപ്പിക്സ് അങ്ങനെ വെച്ചിട്ട് നമുക്കപ്പോൾ പുള്ളിയുടെ റോഡ് മാപ്പാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ റോഡ് മാപ്പിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് പുള്ളിയുടെ ഫസ്റ്റത്തെ അറേസ് ആൻഡ് ഹാഷിങ്ങിലത്തെ ഈ ടോപ്പിക്സൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലോണം അറിയണമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നോക്കിയിട്ട് പോയിക്കോളൂ. ഞാൻ എല്ലാത്തിൻ്റെയും റോഡ് മാപ്പിൻ്റെയും ആ ക്വസ്റ്റ്യൻ്റെയും ചെയ്യുന്ന ക്വസ്റ്റ്യൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേസ് ആൻഡ് ഹാഷിങ്ങിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ലീഡ് കോഡിലേക്കുള്ള ലിങ്ക് കിട്ടും. അല്ലെങ്കിൽ പുള്ളിയുടെ ഇവിടെ തന്നെ ആളുടെ ഒരു സാൻഡ് ബോക്സ് പോലത്തെ ഒരു സാധനമുണ്ട്, അതിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഡ്യൂപ്ലിക്കേറ്റ് ഇൻറ്റിജർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഞാൻ ലീഡ് കോഡിലത്തെ സെയിം ക്വസ്റ്റ്യൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനാണ് നമ്മളിത് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇത് ചെയ്യണ കാര്യം പറയുമ്പോൾ ക്വസ്റ്റ്യൻ എന്താ ആദ്യമായിക്ക് ഗിവൺ ആൻ ഇൻറ്റിജർ അറേ nums return true if any value appears at least twice in the array and return false if every element is distinct. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറയണത്? ക്വസ്റ്റ്യൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻറ്റിജർ അറേ ഉണ്ട് nums എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ആ ഉള്ള അറേ നമുക്കിപ്പോൾ nums എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ഉണ്ട്. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോൾ ഈ ഒരു അറേയിൽ അവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറേയിൽ കുറേ ഇൻറ്റിജേഴ്സ് ഉണ്ടാവും. 1 ഉണ്ടാവാം, 2 ഉണ്ടാവാം, 3 ഉണ്ടാവാം, ചിലപ്പോൾ വീണ്ടും 1 റിപ്പീറ്റ് ചെയ്യണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ അറേയിലത്തെ ഏതെങ്കിലും വാല്യൂ റിപ്പീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് റിട്ടേൺ ട്രൂ അല്ലേ. ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇൻറ്റിജർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ട്രൂ ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫോൾസ് ചെയ്യണം അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇത് തീരെ അറിയാത്തവർക്ക് ഇതെന്ത് സംഭവം എന്ന് പറയാന്നുണ്ടെങ്കിൽ ഒരു അറേ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് എന്തെങ്കിലും ഒരു സാധനമാണ്. നമ്പേഴ്സ് ആവാം, ലെറ്റേഴ്സ് ആവാം, സ്ട്രിങ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം അല്ലേ. അറേ എന്ന് പറയുമ്പോൾ ഒരു കളക്ഷൻ ഓഫ് എനിത്തിങ്. അപ്പോൾ ഒരു ഇൻറ്റിജർ അറേ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഈ ഇൻറ്റിജർ അറേയിൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സ് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ഈ അറേയിൽ ഇപ്പോൾ ഓരോ എലമെൻറ്റ് ഇരിക്കണതിനും ഓരോ ഇൻഡെക്സ് ഉണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ഇരിക്കുന്നത് 0th ഇൻഡെക്സ് ആണ്. എപ്പോഴും പ്രോഗ്രാമിങ്ങിൽ ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 1 തൊട്ടാണ് കൗണ്ട് ചെയ്യുക. പക്ഷേ പ്രോഗ്രാമിൽ എപ്പോഴും 0 എന്നായിരിക്കും ഇൻഡെക്സും. അതുപോലത്തെ ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ്ങിലത്തെ 0th പൊസിഷനിലത്തെ ആ പൊസിഷനാണ് പറയുന്നത് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അറേ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ എലമെൻറ്റ്സിനെ നമുക്ക് അതിൻ്റെ ഇൻഡെക്സ് വെച്ച് കോൾ ചെയ്യാൻ പറ്റും. കത്തിയോ? ഇപ്പോൾ നമ്മുടെ പൈത്തണിൽ നമ്മളിപ്പോൾ പൈത്തൺ വെച്ചാണ് ചെയ്യണത്. പൈത്തണിലത്തെ അറേ എന്ന് പറയുമ്പോൾ അത് ലിസ്റ്റാണ്. അറിയായിരിക്കും എന്ന് വിചാരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ലിസ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ലിസ്റ്റിൻ്റെ കുറച്ച് ക്ലാസ് വേറെ എവിടെയെങ്കിലും അത് എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ലിസ്റ്റ് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ലിസ്റ്റും പിന്നെ ഞാൻ വേണമെങ്കിൽ ടോപ്പിക്സ് പറയാം. പറ്റുകയെന്നുണ്ടെങ്കിൽ പൈത്തണിൻ്റെ ഒരു ബേസിക് നോളജ് ആയിട്ട് വരാൻ നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു അറേ ഉണ്ട്. ഈ അറേയിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യാണ്ടോ റിപ്പീറ്റ് ചെയ്യാനുള്ളത് നോക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ
ബ്രൂട്ട് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ലൈക്ക് മനസ്സിൽ തോന്നണം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിലുള്ള സാധനം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് കൂടുതൽ നല്ല സൊല്യൂഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും? ഒരു അറേ ഉണ്ട്, അറേയിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യണമെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ജസ്റ്റ് ഒന്ന് സ്വന്തമായിട്ട് ആലോചിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ എലമെൻറ്റ്സ് എടുത്ത്, ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഈ നംസിനെ തൽക്കാലം എന്നു ഞാൻ ഡിനോട്ട് ചെയ്യാം. നംസിൻ്റെ 0th ഇൻഡെക്സ് നോക്കി. നംസിൻ്റെ 0th ഇൻഡെക്സിൽ എന്തായിരിക്കണം? ഇതാണ് 0th ഇൻഡെക്സ്, ഇത് ഫസ്റ്റ് ഇൻഡെക്സ്, ഇത് സെക്കൻഡ് ഇൻഡെക്സ്, ഇത് തേർഡ് ഇൻഡെക്സ്. അറിയാമെന്ന് വിചാരിക്കണം. നംസിൻ്റെ 0th ഇൻഡെക്സിൽ 1 ആണ് ഇരിക്കുന്നത് അല്ലേ? ഈ 1 നമ്മൾ ആ 1 എടുത്തിട്ട് നമ്മൾ ലൂപ്പ് ഇട്ടിട്ട് ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും വെച്ചിട്ട് ആ 1 റിപ്പീറ്റ് ചെയ്യണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ചെയ്തോടെ? കത്തുണ്ടെന്ന് വിചാരിക്കണം. ലൈക്ക് ഓരോരോ ലൈക്ക് ആദ്യം നമ്മളൊരു ലൂപ്പ് ഇടും, ഒരു ഫോർ ലൂപ്പ് ഇടും. ഈ ഫോർ ലൂപ്പിൽ നമുക്ക് ആ എലമെൻറ്റ് ലൈക്ക് 0 തുടങ്ങി ലാസ്റ്റ് വരെ, അതായത് ലെങ്ത് -1 വരെ, ഫോർ ഐ റേഞ്ച് നംസിൻ്റെ ലെങ്ത്ത്, അങ്ങനെ ലൂപ്പ് ഇട്ടിട്ട് നമുക്ക് ഓരോ എലമെൻറ്റ്സ് ആയിട്ട് എടുത്തിട്ട് അത് റിപ്പീറ്റ് ചെയ്യണ്ടോയെന്ന് വേണമെങ്കിൽ നോക്കാം. പക്ഷെ അങ്ങനെ നോക്കണത് ലൈക്ക് അതാകുമ്പോൾ ഓരോ എലമെൻറ്റ്സ് എടുത്ത് ബാക്കി എല്ലാ എലമെൻറ്റ്സ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഭയങ്കര കൂടുതലാവും. നമുക്ക് അങ്ങനത്തെ ഒരു സൊല്യൂഷൻ അല്ല. ലൈക്ക് ഇത് വർക്കാവും, പക്ഷേ നമുക്ക് ഇത്തിരി കൂടെ നല്ലൊരു സൊല്യൂഷൻ വേണം അല്ലേ? നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ലൈക്ക് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി നമുക്ക് കുറക്കണം. ടൈം കോംപ്ലക്സിറ്റി എന്താണെന്ന് അറിയാത്തവർക്ക് അതും ബേസിക്കായിട്ടൊന്ന് നോക്കിയിട്ട് വരണമായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഏറ്റവും എഫിഷ്യൻ്റായിട്ട് എന്നാൽ ഭയങ്കര കോംപ്ലക്സിറ്റി ലൈക്ക് കോഡ് ചെയ്യാനും ഭയങ്കര പാടാകരുത്, എന്നാൽ അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്. അങ്ങനത്തെ രീതിയാണ് നമുക്ക് വേണ്ടത്. അതായത് ടൈമും കുറച്ചെടുക്കാൻ പാടുള്ളൂ. അതിനെയാണ് നമ്മളൊരു നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു സൊല്യൂഷനിലേക്ക് എങ്ങനെ എത്താൻ പറ്റും? ഒന്ന് പോസ് ചെയ്തിട്ടാണെങ്കിൽ ആലോചിച്ച് ചെയ്യുമ്പോൾ ഓക്കെ. സോ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹാഷ് മാപ്പ് യൂസ് ചെയ്തോടെ. ഹാഷ് മാപ്പ് എന്താണെന്ന് ആദ്യം നോക്കിയിട്ട് വരണം. ഹാഷ് മാപ്പ് എന്ന് പറയുമ്പോൾ ഓരോ നമ്മൾ റീഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വ്യൂ ചെയ്യണ ഓരോ സാധനവും അതും അതിൻ്റെ ഇൻഡെക്സും ലൈക്ക് അതിൻ്റെ വാല്യൂവും അതിൻ്റെ ഇൻഡെക്സും നമ്മൾ സേവ് ചെയ്ത് വെക്കും. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻഡെക്സിൽ ലൈക്ക് നമ്മൾ അടുത്ത എലമെൻറ്റ് റീഡ് ചെയ്യണ സമയത്ത് ആ ഒരു ഹാഷ് മാപ്പിൽ ഓൾറെഡി ആ എലമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ആ എലമെൻറ്റ് കണ്ടിട്ടുണ്ടെന്നല്ലേ. ലൈക്ക് നമ്മൾ ഇപ്പോൾ ഒരു ഹാഷ് മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇങ്ങനത്തെ ഒരു മാപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം 1 റീഡ് ചെയ്തു. അപ്പോൾ നമ്മൾ 1 0th ഇൻഡെക്സിലാണെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. അത് കഴിഞ്ഞ് 2 റീഡ് ചെയ്തു. 2 ഫസ്റ്റ് ഇൻഡെക്സിലാണെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. 3 റീഡ് ചെയ്തു. 3 സെക്കൻഡ് ഇൻഡെക്സിലാണെന്ന് വെച്ച് എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും 1 റീഡ് ചെയ്യണം. 1 റീഡ് ചെയ്യണ സമയത്ത് ഈ 1 ഓൾറെഡി ഇവിടെ ഇല്ലേ. അപ്പോൾ നമുക്ക് ഈ ഹാഷ് മാപ്പിൽ ഈ 1 ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഹാഷ് മാപ്പിൽ 1 ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ആ ഹാഷ് മാപ്പിൽ 1 ഉണ്ടെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൾസ് റിട്ടേൺ ചെയ്യാം. ബേസിക് ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. സോ ഇതിൽ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യണേ? നമുക്കൊരു ഹാഷ് മാപ്പ് വേണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഷ് മാപ്പ് എപ്പോഴും കേർലി ബ്രേസസ് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യണത്. ഓക്കെ. ഇതൊരു ഡിക്ഷണറി തന്നെയാണ് നമ്മൾ ഹാഷ് മാപ്പായിട്ട് ഉപയോഗിക്കുന്നത്, പൈത്തണത്തെ ഡിക്ഷണറി. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഡിക്ഷണറി ആക്കി. എന്നിട്ട് നമ്മൾ ഓരോരോ എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ റീഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും. ഫോർ ഐ കോമ എന്യൂമറേറ്റ് ഫംഗ്ഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. എന്യൂമറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സും വാല്യൂം ഒരേ സമയം കിട്ടാനായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻഡെക്സും ഐ കോമ നം ഇൻ എന്യൂമറേറ്റ് ഓഫ് നംസ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എന്ന് പറയുന്നത് ഇൻഡെക്സ്, നം എന്ന് പറയുന്നത് ആ ഒരു ഇൻഡിജർ. ആ രണ്ട് സാധനം നമുക്ക് അറ്റ് എ ടൈം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഡിക്ഷണറി ഉണ്ടാക്കി വെച്ചില്ലേ, ആ ഒരു ഡിക്ഷണറിയിൽ ആദ്യം ഉണ്ടാകാൻ നോക്കണം അല്ലേ. നമ്മുടെ ഈ നം എന്ന് പറഞ്ഞ ആ ഒരു ഇൻഡിജർ ഓൾറെഡി ഡിക്ഷണറിയിൽ ഉണ്ടോ എന്ന് നോക്കണം. അപ്പം അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. ഇഫ് നമ്മിൻ ഡ്യൂപ്ലിക്കേറ്റ്സിൽ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? റിട്ടേൺ ട്രൂ അല്ലേ. അതല്ലേ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ട്രൂ ഇഫ് എനി വാല്യൂ അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്. ഇനി ഈ നം എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റിൽ ഇല്ലയെന്ന് വിചാരിക്കും.
നം ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡ്യൂപ്ലിക്കേറ്റിൽ നമ്മളിപ്പോൾ റീഡ് ചെയ്ത സാധനം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാഷ് മാപ്പിലേക്ക് ആഡ് ചെയ്യണം. എന്നാലേ അടുത്ത പ്രാവശ്യം ഇതുപോലത്തെ ഒരു സെയിം നം റീഡ് ആയി കഴിഞ്ഞാൽ ആ ഇപ്പം നമ്മൾ നോക്കുന്ന സാധനം ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. നമുക്കിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അപ്പം തന്നെ റിട്ടേൺ ഡ്രോ ചെയ്തു. ഇനി ഇല്ല ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇപ്പം റീഡ് ചെയ്ത നമ്പറിനെ ഡ്യൂപ്ലിക്കേറ്റിലേക്ക് കയറ്റണം അല്ലേ. അപ്പോൾ അതിനെന്താ ചെയ്യുക, ആ ഡ്യൂപ്ലിക്കേറ്റ്സിൻ്റെ എന്തിലേക്ക്, ആ ഒരു ഇൻഡെക്സിലേക്ക് വേണ്ട, ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ആ ഒരു നമ്മിലേക്ക് എന്ത് കയറ്റണം, ഇൻഡെക്സ് കയറ്റണം. അത്രേ ഉള്ളൂ. ലൈക്ക് നമുക്ക് ഇതാണ് എന്ത് കീ, ഇതാണ് എന്ത്, ഇത് കീയും ഇതെന്താ വാല്യൂ. നമുക്ക് ഈ ഡിക്ഷണറിയിൽ എപ്പോഴും കീ വെച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യണത്. അപ്പോൾ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ എന്തിലേക്ക്, ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കീയിലേക്ക് നമ്മും അതിൻ്റെ വാല്യൂ ആയിട്ട് അതിൻ്റെ ഇൻഡെക്സ് നമ്മൾ ജസ്റ്റ് കയറ്റി വെച്ചു. എന്നിട്ട് ഇപ്പം നമ്മളിത് ഫുള്ള് നോക്കിയിട്ട് റിട്ടേൺ ട്രൂ ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എൻഡായി. പക്ഷേ റിട്ടേൺ ട്രൂ ആയില്ല ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എന്നല്ല അർത്ഥം. ലൈക്ക് ഫുള്ള് ലൂപ്പ് ട്രാവേഴ്സ് ചെയ്തിട്ടും ഒന്നും റിട്ടേൺ ചെയ്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. നമുക്ക് എന്താ ചെയ്യേണ്ടത്, റിട്ടേൺ ഫോൾസ് കത്തിന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹാഷ് മാപ്പ് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ എന്യൂമറേറ്റ് ചെയ്തു. ലൈക്ക് ആ ഒരു നംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് നമ്മൾ എന്യൂമറേറ്റ് ചെയ്തു. അതൊക്കെ പൈത്തണിൻ്റെ ഫംഗ്ഷൻസാണ്. ഇനി എന്യൂമറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇൻഡെക്സും കിട്ടും, ഒരു വാല്യൂയും കിട്ടും. ഈ വാല്യൂ ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റിൽ ഉണ്ടോ എന്ന് നോക്കി. ഡ്യൂപ്ലിക്കേറ്റിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റീഡ് ചെയ്തൊരു സാധനം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കയറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പം നമുക്ക് നേരത്തെ ഒരു റീഡ് ചെയ്തൊരു നമ്മ അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിൽ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ആ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള കീയിലേക്ക് അതിൻ്റെ ജസ്റ്റ് ഇൻഡെക്സ് കയറ്റി വെച്ചു. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ഇഫ് നമ്മിൻ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റിൽ നമ്മൾ നേരത്തെ കയറ്റി വെച്ചിട്ടുണ്ട് അല്ലേ, ആ ഒരു നമ്പർ ഡ്യൂപ്ലിക്കേറ്റ്സിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഇഫിൻ്റെ ഉള്ളിലേക്ക് കയറും അല്ലേ, ഓൾറെഡി ഇതിലുണ്ട്, ഹാഷ് മാപ്പിലുണ്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺ ട്രൂ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫോൾസ് ചെയ്യും. നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തപ്പോൾ ഈ ഒരു കേസ് ആക്സെപ്റ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്തപ്പോഴും ആ ഒരു സാധനം ശരിയായിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മെത്തേഡ്, ഈ മെത്തേഡും ലൈക്ക് ഇതുപോലെ തന്നെയാണ്, ഇത്രയും കോഡില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈത്തൺ ഉണ്ട്, സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഇപ്പോൾ ഒരു ലിസ്റ്റിനെ നമ്മളൊരു സെറ്റാക്കി കൺവേർട്ട് ചെയ്താൽ സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഉണ്ടാവില്ല. ഓക്കെ, സെറ്റ് എന്ന് പറയുമ്പോൾ ആ സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെൻറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ലിസ്റ്റിനെ സെറ്റാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെൻറ്റ് എല്ലാം പോകും. എന്താണെന്ന് വെച്ചാൽ സെറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് പോയി. എന്നിട്ട് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഇല്ല എന്ന് നമുക്ക് ഉറപ്പുള്ളൊരു സെറ്റ് ഉണ്ട്, അതിൻ്റെ ലെങ്ത്ത് നോക്കും. ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സെറ്റ് ഉണ്ട്, അതിൻ്റെയും ലെങ്ത്ത് നോക്കും. ഈ രണ്ട് ലെങ്ത്തും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻ്റ് ഒന്നും പോയിട്ടില്ല. ലൈക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോഴും എല്ലാ എലമെൻറ്റ്സും ഉണ്ട്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിട്ടില്ല അല്ലേ. നമുക്ക് ഇത്രേ ഉള്ളൂ, നമുക്ക് ലിസ്റ്റ് ഉണ്ട്, ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷേ സെറ്റിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ലിസ്റ്റിനെ സെറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. സെറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻ കേസ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായിട്ടുണ്ടാവും, റിമൂവ് ആയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഈ സെറ്റിൻ്റെ ലെങ്ത്ത് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് ഉണ്ടായി എന്നാണ് അർത്ഥം. ഇനി സെറ്റിൻ്റെ ലെങ്ത്തും ഇപ്പോൾ ഓൾറെഡി ഉള്ള ലിസ്റ്റിൻ്റെ ലെങ്ത്തും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താ, ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കോഡ് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുക, ഇഫ് ലെങ്ത് ഓഫ് നമ്മൾ ഇപ്പോഴത്തെ ലിസ്റ്റിൻ്റെ പേര് നംസ് ഈക്വൽ ടു നമുക്ക് എന്താ ചെയ്യേണ്ടത്, സെറ്റ് ആക്കണമല്ലേ. അപ്പോൾ നമുക്ക് സെറ്റായി കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സെറ്റ് ഓഫ് നംസ് എന്ന് കൊടുത്താൽ മതി. ലൈക്ക് പുറത്തൊരു സെറ്റ് എന്ന് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ലെങ്ത്ത് പുറത്ത് കൊടുത്ത് കത്തിന്ന് വിചാരിക്കണം. നോക്ക് ഇത്രേ ഉള്ളൂ. ലെങ്ത്ത് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ നംസ് ഡയറക്റ്റ് പാസ് ചെയ്യുന്നതിന് പകരം സെറ്റിൻ്റെ ഉള്ളിൽ നംസ് ആയി കൊടുത്തു. അതായത് ഇപ്പോൾ ഈ നംസ് എന്ന് പറയുന്ന സാധനത്തിനെ ആദ്യം സെറ്റാക്കും. ആ സെറ്റാക്കിയതിൻ്റെ ലെങ്ത്താണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഈ രണ്ട് ലെങ്ത്ത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം, ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഇല്ല എന്നല്ലേ. അപ്പോൾ നമുക്ക് റിട്ടേൺ ഫോൾസ്, മാറിപ്പോയത് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഇല്ല. ഇനി ഈക്വൽ അല്ലെന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം, റിട്ടേൺ ട്രൂ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് ഉണ്ടായി. ഇത് നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം വർക്കാവുന്നുണ്ടോയെന്ന്.
ഇതും ആക്സെപ്റ്റ് ആവുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് നോക്കാം. അതും ആക്സെപ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. ലൈക്ക് ഇന്ന മെത്തേഡിൽ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് വേറൊരു നല്ല മെത്തേഡ് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാം. പക്ഷേ ഇത്ര ആലോചിച്ചാൽ മതി, നമുക്ക് ഇപ്പോൾ ഒന്ന് ചെയ്യാം, ഇതൊന്ന് ചെയ്യാം. ലൈക്ക് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് പോലും നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല അല്ലേ. നമ്മൾ ജസ്റ്റ് ലെങ്ത് മാത്രമേ നോക്കിയുള്ളൂ. അപ്പോൾ അതിൻ്റെ റണ്ണിങ് ടൈം ഭയങ്കര കുറവായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എലമെൻ്റ് എടുത്ത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഹാഷ് മാപ്പിലും നമ്മൾ എപ്പോഴും ഒറ്റ പ്രാവശ്യമേ ഫുള്ള് ലിസ്റ്റിനെ റീഡ് ചെയ്യേണ്ടി വരുന്നുള്ളൂ അല്ലേ. ഫുൾ ലിസ്റ്റിനെ റീഡ് ചെയ്യണമെന്നില്ല, ലൈക്ക് ഫുൾ ലിസ്റ്റിനെ റീഡ് ചെയ്യുന്നുണ്ട്. അത് ഒറ്റ പ്രാവശ്യം ട്രാവേഴ്സ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഒരു ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഓരോരോ എലമെൻറ്റ്സ് എടുത്തിട്ട് ബാക്കി എല്ലാ എലമെൻറ്റ്സായിട്ട് കമ്പയർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പയർ ചെയ്യാനെല്ലാം റീഡ് ചെയ്യണം അല്ലേ. ആദ്യം ഒരു എലമെൻറ്റ് എടുക്കണം, എന്നിട്ട് ആ ഒരു എലമെൻറ്റിൽ തന്നെ ബാക്കിയുള്ള എലമെൻറ്റ്സിനൊക്കെ റീഡ് ചെയ്യണം. അടുത്ത എലമെൻറ്റ് എടുക്കണം, ബാക്കി റിമൈനിങ് എലമെൻറ്റ്സിനൊക്കെ റീഡ് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഭയങ്കരമായിട്ട് കൂടിപ്പോകും. അപ്പോൾ ഈ ഹാഷ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ നീറ്റ് കോഡിൻ്റെ റോഡ് മാപ്പിൽ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ബൈ.